ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് അങ്ങിങ്ങായി ചിതർ നിൽക്കുന്ന എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ജെട്ടിമുട്ടയിലിട്ട വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ വരുന്നതുവാ ചെത്തിമുറ്റത്ത് വീട്ടിൽ. ചെത്തിമുറ്റത്ത് വീട്ടിൽ KS സുജനപാലൻ അവர்களுടെയും സുഷമാദേവി അവர்களுടെയും ഓമന മകൻ വാവക്കുട്ടന്റെ നൃത്തിയ അങ്ങേയറ്റമാണ് ഇവിടെ നടക്കുന്നത്. നൃത്താരങ്ങേറ്റം അതാണ് ഇവിടെ നടക്കുന്നത്. അത് കാണുവാനായിട്ട് എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ ദൈവമേ, അനൗൺസ്മെന്റ് കഴിഞ്ഞു. ഈ സുജ ഇത് എവിടെ പോയി കിടക്കുവോ? ഇത് അച്ഛനാന്ന് പറഞ്ഞ് നടക്കുക. ഹലോ സുജേ. ഹലോ ഹുഷ്. ഹലോ ഹുഷ്. എന്റെ പൊന്ന് സുജ, ഇത് അനൗൺസ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞിന്റെ അരങ്ങേറ്റം തുടങ്ങാൻ സമയമായി. ഇത് എവിടെ പോയി കിടക്കുന്നു? വാ ഇങ്ങോട്ട്. അല്ല, നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് കുറെ നേരം ആയിടി. ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിൽ നിപ്പുണ്ട്. ആണോ? നേരത്തെ പറയണ്ട, ഞാൻ ഇപ്പൊ എത്താം. തന്തയാന്ന് പറഞ്ഞോണ്ട് നടക്കുവോ? ഒരേ ഒരു മോന, കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞുണ്ടായ കുഞ്ഞ. ആ കുഞ്ഞിന്റെ അരങ്ങേറ്റത്തിന് ജോലിക്ക് പോയേക്കുവാ. നാട്ടുകാർക്ക് ഒന്നാമതേ അസൂയ. ചെറുക്കം വളർന്ന് പ്രായമായിട്ടും അച്ഛനും അമ്മയും കൂടെ കൊഞ്ചിക്ക് വന്ന്. ഞങ്ങൾ കൊഞ്ചിക്കും. അവൻ എന്തുമാത്രം ഇൻസ്ട്രുമെന്റ്സാ പഠിക്കുന്നതെന്ന് അറിയാമോ? ചെണ്ട, തിമില, കൊമ്പ് എന്ന് വേണ്ട, അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും. നൃത്തത്തിന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ചാണെങ്കിൽ ചെണ്ട കുണ്ടറ, തിമില തിരുവല്ല, കൊമ്പ് കുമ്പളം, മദ്ദളം പന്തളം. എനിക്ക് വേണ്ട. എന്റെ ചെറുക്കനെ ഞാനൊരു സകലകല വല്ലഭനാക്കും ചേച്ചി. ഇതെവിടായിരുന്നു ഇത്? ഞാൻ 1.5 മണിക്കൂറായി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വന്നിട്ട്. നീ എന്തോ എന്നോട് പറഞ്ഞ ഗ്രീൻ റൂമിലാന്നില്ലയോ? ഞാൻ ചെന്ന് കയറുന്ന റൂമല്ല ഒന്നുകിൽ വെള്ള, അല്ലെങ്കിൽ ചുമപ്പ്, അല്ലെങ്കിൽ ഒരുമാതിരി ബീഡിനൂലിന്റെ കളറ്. പിന്നെ ജനലിനകത്തൂടെ ഒരു പെണ്ണ് നിൽക്കുന്നാണ്ട് നോക്കിയപ്പോഴാണ് നീ അന്ന് മനസ്സിലായി. ഇതും ഗ്രീനല്ലോ, ഒരുമാതിരി വൃത്തികെട്ട ഓറഞ്ച് ആണല്ലോ അടിച്ചു വെച്ചത്. എന്റെ ദൈവമേ, പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റൂമിന്റെ പേരാണ് ഗ്രീൻ റൂം. അത് പറയണ്ടേ? ഇത്രയും വിവരമില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക, എന്തോ ജോലി? അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണല്ലോ സ്ഥിരം സർക്കാർ ഉദ്യോഗസ്ഥൻ. അതറിയാം. ഏതാ പോസ്റ്റ്? അത് കളക്ടറേറ്റിലെ ക്ലർക്ക്. ഇനി ആരെങ്കിലും ചോദിക്കുവാണെങ്കിലേ ഇങ്ങനെ പറയണ്ട, എഴുതി കാണിച്ചാൽ മതി. അല്ലെ സുജ ആയിരിക്കും സ്വന്തമായിട്ട് നാക്ക് കടിച്ച് മുറിച്ച് താഴെ ഇടുന്ന ആദ്യത്തെ വ്യക്തി. ഞാനൊരു കാര്യം പറഞ്ഞാ നീ വിരോധമൊന്നും തോന്നരുത്. എന്താ? എടി, ഈ കാട്ടിക്കൂട്ടുന്ന പരിപാടി വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തുമാത്രം പൈസയായി അരങ്ങേറ്റത്തിനാന്ന് പറഞ്ഞ് പൊടിച്ചു കളയുന്നത്. ഇതൊന്നും വെറുതെ ഉണ്ടാക്കുന്ന പൈസയല്ല, ഞാൻ ലോൺ എടുത്തതാ. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരേ ഒരു കുഞ്ഞ്, കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞ് നമുക്കുണ്ടായ പൊന്നോമന മോൻ, അവനെ വെച്ചിട്ട് നിങ്ങൾ കണക്ക് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ കുറ്റമാണോടി 8 വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായത്? നിന്റെ ഒറ്റ പിടിവാശി കാരണം. കല്യാണം കഴിഞ്ഞപ്പോഴേ ഇവൾ എന്നോട് പറഞ്ഞു, ഇവക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം ഹണിമൂണിന് പോകണം, എന്നിട്ട് മതി നമുക്ക് കുഞ്ഞെന്ന്. ഞാൻ ഓർത്ത് പാമ്പിടിച്ച പെണ്ണല്ലേ, സാധിച്ചു കൊടുത്തു. ഇവിടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇവിടെ ആഗ്രഹത്തിന്റെ ഉയർച്ച എനിക്ക് മനസ്സിലായത്. സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂര്, ആംസ്റ്റർഡാം, കാനഡ, ബെൽജിയം. ഞാൻ 8 വർഷം എടുത്തു ഇവളെ കൊണ്ട് കറങ്ങാൻ, 16 ലോണും. അവസാനം ഞങ്ങളുടെ കറക്കത്തിൽ കണ്ടുപിടിച്ചതാണ് പെറു. പെറു കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോ നീ എന്തുവാടി എന്നോട് പറഞ്ഞത്? ഇനി എനിക്ക് പറയാം.